അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ടു ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് ദ സെയിം ഡൈസ് ആർ ഷോൺ ഈച്ച് വിത്ത് 6 ഫേസസ് നമ്പർ 1 to 6. സെലക്ട് ദ നമ്പർ ദാറ്റ് വിൽ അപ്പിയർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് ഷോയിങ് 1. അല്ലേ? എന്താണ്? ഒന്നെന്ന് പറയുന്ന ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ എന്താണ്, നമുക്ക് ഒരേ ഡൈസിൻ്റെ തന്നെ 2 ഡിഫറെൻറ്റ് പൊസിഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇതൊരു സ്റ്റാൻഡേർഡ് ഡൈസ് ആണോ നോർമൽ ഡൈസ് ആണോ നോക്കുമ്പോൾ എന്ത് ഡൈസാണ്? 5 1 6, 4 1 5, 5 4 9. സോ അവിടെ 7 വരുന്നില്ല, ഇവിടെയും 7 ഒന്നും വരുന്നില്ല അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഒരു സ്റ്റാൻഡേർഡ് ഡൈസ് ആണ്. സ്റ്റാൻഡേർഡ് ഡൈസ് ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? 7 - 1 6 ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ടു ഡയമെൻഷൻസ് ഓഫ് ദ സെയിം ഡൈസ് ആർ ഗിവൺ, വിച്ച് ലെറ്റർ വിൽ ബി ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് ഹാവിംഗ് ദ ലെറ്റർ ഡി. ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ലെറ്റർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ്, ഇതിൽ കോമൺ ആയിട്ടുള്ള ഫേസ് ഏതാണ്? ബി ആണ് അല്ലേ. സോ ബിയിൽ നിന്ന് നമ്മൾ രണ്ടിടത്തുനിന്നും ക്ലോക്ക് വൈസ് പോവും. ആദ്യത്തതിൽ നമുക്ക് ബി ഇ ഡി എന്ന് വരും, രണ്ടാമത്തേൽ ബി എ സി എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് ഡിയുടെ ഓപ്പോസിറ്റ് സി ആണെന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് ദ സെയിം ഡൈസ് ആർ ഷോൺ, ദ 6 ഫേസസ് ഓഫ് വിച്ച് ആർ കളേർഡ് റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. സെലക്ട് ദ കളർ ദാറ്റ് വിൽ ബി ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഓൺ കളേർഡ് യെല്ലോ. സോ യെല്ലോയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് കാണേണ്ടത്. സോ നമ്മൾ എന്താണ് ഇവിടെയും എന്താണ് ചെയ്യേണ്ടത്? കോമൺ ഫേസസ് നോക്കണം. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കോമൺ ഫേസസ് 2 എണ്ണം ഉണ്ടല്ലേ. ഇവിടെയും ബ്ലൂവും വൈറ്റും ഉണ്ട്, ഇവിടെയും ബ്ലൂവും വൈറ്റും ഉണ്ട്. ഇതുവരെ നമ്മൾ 2 കോമൺ ഫേസ് വരുമ്പോൾ എങ്ങനെ ഓപ്പോസിറ്റ് കാണാമെന്ന് പഠിച്ചില്ലല്ലോ. സോ 2 കോമൺ ഫേസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഓപ്പോസിറ്റ് കാണും? 2 കോമൺ ഫേസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഓപ്പോസിറ്റ് കാണും? 2 കോമൺ ഫേസ് വരുമ്പോൾ ഓപ്പോസിറ്റ് കാണുന്നത്, കോമൺ അല്ലാത്ത ഓരോ ഫേസ് വീതം 2 പൊസിഷനിലും കാണുമല്ലോ. കോമൺ അല്ലാത്ത ഓരോ ഫേസ് 2 പൊസിഷനിലും കാണും. സോ എന്താണ്, ഒന്നാമത്തെ പൊസിഷനിൽ ഇവിടെ അത് ഗ്രീൻ ആണ്, രണ്ടാമത്തെ പൊസിഷനിൽ അത് യെല്ലോ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടുമാണ് ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റും. അതായത് ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ, യെല്ലോയുടെ ഓപ്പോസിറ്റ് ഗ്രീൻ. സോ 2 കോമൺ ഫേസസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഓപ്പോസിറ്റ് കാണുന്നത്. എന്താണ്, മൂന്നാമത്തെ കോമൺ അല്ലാത്ത ഒരു ഫേസ് 2 പൊസിഷനിലും കാണും. സോ ആ കോമൺ അല്ലാത്ത ഫേസ് ആണ് നമുക്ക് എന്തായിട്ട് നമ്മൾ എടുക്കുന്നത്? ഓപ്പോസിറ്റ് ഫേസ് ആയിട്ട് എടുക്കുന്നത്. സോ യെല്ലോയുടെ ഓപ്പോസിറ്റ് ഫേസ് ഏതാണ്? ഗ്രീൻ ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 different positions of the same dice are shown. Study the same and identify which of the following statement is correct. എന്താണ്, ഇതുവരെ നമ്മൾ 2 പൊസിഷനോ അല്ലെങ്കിൽ ഒരു പൊസിഷനോ തന്നിട്ടുള്ള ഡൈസുകളാണ് കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഒരേ ഡൈസ് തന്നെ, ഒരേ ഡൈസിൻ്റെ 3 ഡിഫറെൻറ്റ് പൊസിഷൻ വരുമ്പോൾ എങ്ങനെ ചെയ്യാം? പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്, 3 ഡിഫറെൻറ്റ് പൊസിഷൻസ് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ എന്താണ് ഇവിടെ നമുക്ക് എന്താണ്, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഓപ്പോസിറ്റ് ടു 4, 3 ഈസ് ഓപ്പോസിറ്റ് ടു 6, 6 ഈസ് ഓപ്പോസിറ്റ് ടു 1, 5 ഈസ് ഓപ്പോസിറ്റ് ടു 2 എന്നാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ആ ഡൈസിൻ്റെ ഓപ്പോസിറ്റ് ഫേസസ് കണ്ടുപിടിച്ചാലല്ലേ ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഫേസസ് കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഇതിന് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ എന്ന് പേര് കൊടുത്തു, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഒന്നാമത്തതും രണ്ടാമത്തതും നോക്കിക്കേ, അതിൽ രണ്ടിലും 1ഉം 2ഉം കോമൺ ആണല്ലേ. 1ഉം 2ഉം 2 ഡൈസിൽ 2 പൊസിഷനിലും കോമൺ ആണല്ലോ. സോ നമുക്ക് എന്ത് പറയാം? കോമൺ അല്ലാത്ത ഇവിടുത്തെ 3ഉം ഇവിടുത്തെ 5ഉം ഓപ്പോസിറ്റ് ആണെന്ന് പറയാം. ഓക്കെ. ഇനി അടുത്തത് എന്താ? ഒന്നാമത്തെ പൊസിഷനും മൂന്നാമത്തെ പൊസിഷനും നോക്കിക്കേ, 2ഉം 3ഉം എന്താണ്? കോമൺ ആണ്. 2ഉം 3ഉം എന്താണ്? കോമൺ ആണ് അല്ലേ. ഒന്നാമത്തേലും മൂന്നാമത്തെ പൊസിഷനിലും 2ഉം 3ഉം കോമൺ അല്ലേ. സോ കോമൺ അല്ലാത്ത 6ഉം 1ഉം നമുക്ക് എന്താണെന്ന് പറയാം? ഓപ്പോസിറ്റ് ആണെന്ന് പറയാം. ഇനി ബാക്കിയുള്ളത് ആരാണ്? 1ഉം 6ഉം വന്നു, 3ഉം 5ഉം വന്നു. ബാക്കിയുള്ളത് 2ഉം 4ഉം അല്ലേ ബാക്കിയുള്ളൂ. ആ 2ഉം 4ഉം നമുക്ക് കോമൺ ആണെന്ന് പറയാലോ. സോ ഈ ഡൈസിൻ്റെ കോമൺ അല്ല, ഞാൻ ഓപ്പോസിറ്റ് ഫേസിലാണ് ഉദ്ദേശിച്ചത്. ഞാൻ കോമൺ എന്ന് പറയുന്നെങ്കിൽ സോറി.
സോ എന്താണ് ഈ ഒരു ഡൈസിൻ്റെ ഓപ്പോസിറ്റ് ഫേസസ് നമുക്ക് കിട്ടിയല്ലോ. 3ൻ്റെ ഓപ്പോസിറ്റ് 5, 1ൻ്റെ ഓപ്പോസിറ്റ് 6, 2ൻ്റെ ഓപ്പോസിറ്റ് 4. ഇനി തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. 1 ഈസ് ഓപ്പോസിറ്റ് ടു 4 ആണോ? 1ൻ്റെ ഓപ്പോസിറ്റ് 6 ആണ്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. 3യുടെ ഓപ്പോസിറ്റ് 6 എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് 2ൽ പറഞ്ഞേക്കുന്നത്. 3യുടെ ഓപ്പോസിറ്റ് 5 ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ഇൻകറക്റ്റ്. 6ൻ്റെ ഓപ്പോസിറ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റ് ആണ്. നമുക്ക് 6ൻ്റെ ഓപ്പോസിറ്റ് 1 തന്നെയാണ് കിട്ടിയത്. സോ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. 5ൻ്റെ ഓപ്പോസിറ്റ് 2 എന്ന് തന്നിട്ടുണ്ട്, 5ൻ്റെ ഓപ്പോസിറ്റ് 3 ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ഓൾസോ ഇൻകറക്റ്റ്. സോ നമുക്ക് കിട്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? ഓപ്ഷൻ സി. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ഫേസസ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 different positions of the same dice are given. Find the number on the face opposite to the face showing 4 അല്ലേ. സോ 4ൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിന് മുന്നേ ഇതൊരു സ്റ്റാൻഡേർഡ് ഡൈസ് ആണോ നോർമൽ ഡൈസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നോർമൽ ഡൈസ് ആണ് അല്ലേ. ഇവിടെ 5ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 വരും. സോ നോർമൽ ഡൈസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 4ൻ്റെ ഓപ്പോസിറ്റ് കാണാം. 4ൻ്റെ ഓപ്പോസിറ്റ് കാണാം. നോക്കിക്കേ, ഈ രണ്ടാമത്തതിലും മൂന്നാമത്തതിലും ആരൊക്കെ കോമൺ ആയിട്ടുണ്ട്? 5ഉം 3ഉം കോമൺ ആയിട്ടുണ്ട് അല്ലേ. 5ഉം 3ഉം കോമൺ ആയിട്ടുണ്ട്. സോ കോമൺ അല്ലാത്ത 2ഉം 4ഉം ആയിരിക്കും ഓപ്പോസിറ്റ്. സോ 4ൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? 2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 different positions of the same dice are shown. Find the number on the face opposite to the face showing 3. 3ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഫേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഫേസ്. സോ എന്താണ്? ഇതൊരു നോർമൽ ഡൈസ് ആണ് അല്ലേ. നോക്കിക്കേ, ഇവിടുത്തെ 4ഉം ഇവിടുത്തെ 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 വരുന്നുണ്ട്. സോ നോർമൽ ഡൈസ് ആണ്. സോ നമുക്ക് 3യുടെ ഓപ്പോസിറ്റ് കാണാം. ഇവിടെ എല്ലായിടത്തും 3 ഉണ്ട്. ഇവിടെ 3യുടെ കൂടെ വരുന്നത് 2ഉം 4ഉം ആണ്. 2ഉം 4ഉം കോമൺ ആയിട്ട് വരുന്ന വേറെ ഏതെങ്കിലും ഡൈസ് ഉണ്ടോ? ഇല്ല. ഇവിടെ 3യുടെ കൂടെ വരുന്നത് 6ഉം 5ഉം ആണ്. 6ഉം 5ഉം കോമൺ ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. 4ഉം 6ഉം അതുമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോമൺ ഫേസ് വെച്ചിട്ടുള്ളത് നോക്കാം. എന്താണ്? 3യുടെ ഓപ്പോസിറ്റ് ആണ് കാണേണ്ടത്. 3യുടെ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? നോക്കിക്കേ, ഒന്നാമത്തെ പൊസിഷനിലും രണ്ടാമത്തെ പൊസിഷനിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? 3 ആണല്ലേ. സോ 3യുടെ അവിടെ നമുക്ക് ക്ലോക്ക് വൈസ് പോകാമല്ലോ. ഒന്നാമത്തേത് നമുക്ക് പോകുമ്പോൾ 3, 4, 2 വരും. രണ്ടാമത്തേൽ പോകുമ്പോൾ 3, 5, 6 വരും. സോ 2 3 വന്നു. സോ ഒരു 3 റീപ്ലേസ് ചെയ്ത് ആര് വരും? ബാക്കിയുള്ള ആരാണ്? 1. സോ 3യുടെ ഓപ്പോസിറ്റ് ആരാണ്? 1 അല്ലേ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3 different positions of the same dice are shown. Find the number on the face opposite to the face showing 6 അല്ലേ. 6ൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇത് നോക്കിയാൽ 1ലും 2ലും എന്താണ്? 1 കോമൺ ആയിട്ടുണ്ട് അല്ലേ. അതിന് മുന്നേ ഇതൊരു നോർമൽ ഡൈസ് ആണല്ലോ. നോക്കിക്കേ, 6ഉം 1ഉം ഉണ്ട്. 6ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 ആണ്. നോർമൽ ഡൈസ് ആണ്. സോ 1ലും 2ലും 1 കോമൺ ആയിട്ടുണ്ട്. സോ നമ്മൾ അവിടെ നിന്ന് ക്ലോക്ക് വൈസ് പോകുമ്പോൾ 1, 3, 5. രണ്ടാമത്തെ പൊസിഷനിൽ നോക്കുമ്പോൾ 1, 6, 2. സോ 6ൻ്റെ ഓപ്പോസിറ്റ് ഏതാ? 6ൻ്റെ ഓപ്പോസിറ്റ് 3 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3 different positions of the same dice are shown. Find the number on the face opposite the face showing 6 അല്ലേ. 6ൻ്റെ ഓപ്പോസിറ്റ് ആണ് കാണാനുള്ളത്. സോ അതിനു മുന്നേ ഈ ഫേസ് നോർമൽ ഫേസ് ഈ ഡൈസ് നോർമൽ ഡൈസ് ആണോ സ്റ്റാൻഡേർഡ് ഡൈസ് ആണോ? ഒന്നാമത്തെ പൊസിഷൻ ആഡ് ചെയ്യുമ്പോൾ 3, 2, 5, 2, 1, 3, 3, 1, 4 അത് നോർമൽ ആണെന്ന് കാണിക്കുന്നില്ല. 4, 2, 6, 4, 1, 5, 2, 1, 3 അതും കാണിക്കുന്നില്ല. മൂന്നാമത്തെ പൊസിഷൻ 5, 4, 9, 5, 1, 6, 4, 1, 5 അതും കാണിക്കുന്നില്ല. സോ ഇതെന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ഡൈസ് ആണ് അല്ലേ. സോ സ്റ്റാൻഡേർഡ് ഡൈസിൽ 6ൻ്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? 6ൻ്റെ ഓപ്പോസിറ്റ് 1 ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 different positions of the same dice are shown. Find the number on the face opposite the face showing 1. എന്താണ്? 1ൻ്റെ ഓപ്പോസിറ്റ് ആണ് കാണാനുള്ളത്. ഇതൊരു നോർമൽ ഡൈസ് ആണ്. നോക്കിക്കേ, ഇവിടെ 6ഉം ഇവിടെ 1ഉം ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ 7 വരും. സോ എന്താണ്? നോർമൽ ഡൈസ് ആണ്. ഇനി നമുക്ക് 1ൻ്റെ ഓപ്പോസിറ്റ് നോക്കാം. ഇതാ നോക്കിക്കേ,
ഈ രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും എന്താണ് 6ഉം 2ഉം കോമൺ ആയിട്ടുണ്ട് അല്ലേ. സോ 1ന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? 3 ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 different positions of the same dice are shown below. Find the number of dots on the face opposite to the face on which 2 dots are given. അതായത് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 2 dots ഉള്ള ഫേസിന് ഓപ്പോസിറ്റ് ഉള്ള ഫേസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഒരേ ഡൈസിന് തന്നെ 3 ഡിഫറെൻറ്റ് പൊസിഷൻസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? 2 ഡോട്ട്സ് ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഫേസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കേ, ഇതാ ഞാൻ ഒന്നാമത്തെ പൊസിഷന് 1 നമ്പർ കൊടുത്തു, രണ്ടാമത്തെ പൊസിഷന് 2 നമ്പർ കൊടുത്തു, മൂന്നാമത്തെ പൊസിഷന് 3 നമ്പർ കൊടുത്തു. ഓക്കെ, സോ ഈ രണ്ടാമത്തേലും മൂന്നാമത്തേലും എന്താണ്? 1 കോമൺ ആണ് അല്ലേ. ഏതാണ്? 1 കോമൺ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോമൺ ഫേസ് ഒരു കോമൺ ഫേസ് അല്ല, 2 കോമൺ ഫേസ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? 1ഉം 4ഉം ഉണ്ട് അല്ലേ. ഇതും കോമൺ ഫേസ് ആണ്. ഈ 1ഉം 4ഉം രണ്ടിടത്തും എന്താണ്? കോമൺ ഫേസ് ആണ്. സോ 2 കോമൺ ഫേസ് ഉണ്ടെങ്കിൽ എന്താണ്? 2 കോമൺ ഫേസ് ഉണ്ടെങ്കിൽ കോമൺ അല്ലാത്ത മൂന്നാമത്തെ ഫേസുകൾ തമ്മിൽ നമ്മൾ എന്താണെന്ന് പറയും? ഓപ്പോസിറ്റ് ആണെന്ന് പറയും അല്ലേ. കോമൺ അല്ലാത്ത മൂന്നാമത്തെ ഫേസുകൾ. കോമൺ അല്ലാത്ത മൂന്നാമത്തെ ഫേസുകൾ ഏതൊക്കെയാണ്? രണ്ടാമത്തെ പൊസിഷനിൽ 2ഉം മൂന്നാമത്തെ പൊസിഷനിൽ 3ഉം. സോ എന്താണ്? 2 ഡോട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയുന്നത് 3 ഡോട്ടുള്ള ഫേസ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 3. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 നമ്പേഴ്സ് 1, 2, 3, 4, 5 and 6 are written on different faces of a dice. 3 positions of the given figure dice are shown. Find the number of the face opposite to the number 3. അതായത് ഒരേ ഡൈസിന് തന്നെ 3 ഡിഫറെൻറ്റ് പൊസിഷൻസ് തന്നിട്ടുണ്ട്. അതിൽ 3 എന്ന് എഴുതിയേക്കുന്ന ഫേസിന് ഓപ്പോസിറ്റ് ഫേസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? 3 എന്ന ഫേസിന് ഓപ്പോസിറ്റുള്ള ഫേസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേതാ ഒന്നാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും എന്താണ്? ഏതൊക്കെ കോമൺസ് ആണ്? 1ഉം 2ഉം കോമൺ ആണ് അല്ലേ. 1ഉം 2ഉം 1ലും 3ലും കോമൺ ആണ്. 1ലും 3ലും 1ഉം 2ഉം കോമൺ ആണ്. സോ കോമൺ അല്ലാത്ത ഫേസ് ഇവിടെ 3, ഇവിടെ 6. സോ 3യുടെ ഓപ്പോസിറ്റ് ഏതാണ്? 6. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 1, 2, 3, 4, 5 and 6 are written on different faces of a dice. 3 different positions of the same dice are shown below. Find the number on the face opposite to the on showing 2. 2 എന്ന ഫേസിന് ഓപ്പോസിറ്റ് ഉള്ള നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും ആരാണ് കോമൺ ആയിട്ടുള്ളത്? 2 ആണല്ലേ കോമൺ ആയിട്ടുള്ളത്. 2 കോമൺ ആണ്. സോ 2 മാത്രം ആണല്ലോ കോമൺ ആയിട്ടുള്ളത്. വേറെ കോമൺ ഫേസസ് ഒന്നും ഇല്ലല്ലോ 1ലും 3ലും. സോ എന്താണ്? നമ്മൾ ഒരു കോമൺ ഫേസ് ആണുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? കോമൺ ഫേസിൽ നിന്ന് ക്ലോക്ക് വൈസ് പോകും അല്ലേ. ക്ലോക്ക് വൈസ് നമ്മൾ എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യും. സോ ഒന്നാമത്തത് അറേഞ്ച് ചെയ്യുമ്പോൾ 2, 6, 1. മൂന്നാമത്തെ അറേഞ്ച് ചെയ്യുമ്പോൾ 2, 5, 3. സോ ഇവിടെ 2 2 തവണ വരുന്നുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ ഇല്ലാത്തത് ആരാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ആണ് ഇല്ലാത്തത്. സോ 2ന്റെ ഓപ്പോസിറ്റ് ആരാണ്? 4 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 different positions of the same dice are shown. Which number will be on the face opposite to the face showing 4? 4ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒന്ന് പെട്ടെന്ന് ചെയ്തേ. 4ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്പർ എല്ലാവർക്കും കിട്ടിയോ? നോക്കിക്കേ, ഇവിടെ ഒന്നാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും ആരാണ് കോമൺ ആയിട്ടുള്ളത്? 1ഉം 5ഉം കോമൺ ആയിട്ടുണ്ട് അല്ലേ. 2 പൊസിഷനിലും 1ഉം 5ഉം കോമൺ ആയിട്ടുണ്ട്. കോമൺ ആയിട്ടില്ലാത്തത് അൺകോമൺ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് അല്ലാത്ത ഫേസസുകൾ ഏതാണ്? ഒന്നാമത്തേൽ 2ഉം മൂന്നാമത്തേൽ 4ഉം. സോ 2ഉം 4ഉം ഓപ്പോസിറ്റ് ആണ്. സോ 4ന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. എന്താണ് പറഞ്ഞേക്കുന്നത്? 6 നമ്പേഴ്സ് 21, 22, 23, 24, 25, 26 are written on the different faces of a dice. 3 positions of this dice are shown in the figure. Find the number on the face opposite to 24. സോ ഇവിടെ 1 to 6 വരെയുള്ള നമ്പേഴ്സ് അല്ല കൊടുത്തേക്കുന്നത്, 21 to 26 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നോർമൽ ഡൈസിൽ എങ്ങനെയാണോ ഓപ്പോസിറ്റ് ഫേസ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ് ചെയ്യുക അല്ലേ. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 24ന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്.
സോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് നോക്കിക്കേ, രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? 25ഉം 22. രണ്ടിടത്തും 25ഉം 22ഉം കോമൺ ആയിട്ടുണ്ട്. സോ കോമൺ അല്ലാത്ത ഫേസസ് 21, 24. സോ 24ന്റെ ഓപ്പോസിറ്റ് 21 ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫോർ ഡിഫറെന്റ് പൊസിഷൻസ് ഓഫ് ദ സെയിം ടൈപ്സ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് ദ നമ്പർ ഓപ്പോസിറ്റ് ടു 23. 23ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. കിട്ടിയോ എല്ലാവർക്കും? എങ്ങനെയാണ് ഇത് നോക്കിക്കേ, ഈ രണ്ടാമത്തെ പൊസിഷനിലും ഈ നാലാമത്തെ പൊസിഷനിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. 21ഉം 26ഉം. ഇവിടെയും 21ഉം 26ഉം ഉണ്ട്. സോ 21ഉം 26 ഈ രണ്ട് പൊസിഷനിലും കോമൺ ആണ്. സോ കോമൺ അല്ലാത്ത 24ഉം 23ഉം എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. സോ 23യുടെ ഓപ്പോസിറ്റ് 24. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർ ഡിഫറെന്റ് പൊസിഷൻസ് ഓഫ് എ ക്യൂബ് ആർ ഷോൺ ഇൻ ദ ഫിഗർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കളേഴ്സ് ഈസ് ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ ഫേസ് ദാറ്റ് ഹാസ് ബ്ലാക്ക് റിട്ടൺ ഓൺ ഇറ്റ്? അപ്പൊ എന്താണ്? ബ്ലാക്ക് എന്ന് എഴുതിയിരിക്കുന്ന ഫേസിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ബ്ലാക്ക് എന്ന് എഴുതിയിരിക്കുന്ന ഫേസിന്റെ ഓപ്പോസിറ്റ്. സോ ഒന്ന് പെട്ടെന്ന് ചെയ്തേ. ഇത് നോക്കിക്കേ, ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും പൊസിഷനിൽ കോമൺ ആയിട്ടുള്ളത് ആരാണ്? ബ്ലൂ ആണല്ലേ. ഇതാ ഇവിടെയും ബ്ലൂ ഉണ്ട്, ഇവിടെയും ബ്ലൂ ഉണ്ട്. ബ്ലൂ മാത്രമല്ലേ കോമൺ ആയിട്ടുള്ളൂ. സോ ഒരു കോമൺ ഫേസ് ആണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യും? കോമൺ ഫേസിന്റെ അവിടെ നിന്ന് ക്ലോക്ക് വൈസ് അറേഞ്ച്മെന്റ് നടത്തും. നോക്കിക്കേ, ഇവിടെ നിന്ന് ക്ലോക്ക് വൈസ് പോകുമ്പോൾ ബ്ലൂ, പർപ്പിൾ, ഓറഞ്ച് അല്ലേ. ഇവിടെ പോകുമ്പോഴോ ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്. സോ നമുക്ക് ബ്ലാക്കിന്റെ ഓപ്പോസിറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ബ്ലാക്കിന്റെ ഓപ്പോസിറ്റ് ഏത് കിട്ടി? ബ്ലാക്കിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഓറഞ്ച് കിട്ടി അല്ലേ. സോ ബ്ലാക്കിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഓറഞ്ച്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർ പൊസിഷൻസ് ഓഫ് ദ സെയിം ഡൈസ് ആർ ഷോൺ, സെലക്ട് ദ നമ്പർ ദാറ്റ് വിൽ ബി ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ഓൺ ഷോയിങ് 3. എന്താണ്? 3 എന്ന് എഴുതിയിരിക്കുന്ന ഫേസിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ചെയ്തേ. എന്താണ്? 3യുടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തേതിലും രണ്ടാമത്തേലും ആരൊക്കെ കോമൺ ആയിട്ടുണ്ട്? ഒന്നാമത്തേലും രണ്ടാമത്തേലും 2ഉം 3ഉം കോമൺ ആയിട്ടുണ്ട്. സോ കോമൺ അല്ലാത്ത 4ഉം 6ഉം ആയിരിക്കും ഓപ്പോസിറ്റ്. ഇനി എന്താ? രണ്ടാമത്തേലും മൂന്നാമത്തേലും ആരൊക്കെയാണ് കോമൺ? കോമൺ എന്ന് പറയുന്നത് 3ഉം 6ഉം ആണ് രണ്ടിടത്തും കോമൺ. സോ കോമൺ അല്ലാത്ത 2ഉം 1ഉം എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ബാക്കിയുള്ള ആരൊക്കെയാണ്? 5ഉം 3ഉം ആയിരിക്കും. പിന്നെ വരുന്നതിൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 ആണ്. 3യുടെ ഓപ്പോസിറ്റ് ആണ്. 3യുടെ ഓപ്പോസിറ്റ് ഏതാണ്? 5 ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് കൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ഡയസിന്റെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഒരു ക്ലോസ്ഡ് ഡൈസ് തന്നാൽ അതിന് എങ്ങനെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡൈസ് ആണെന്ന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അത് നോർമൽ ഡൈസ് ആണോ സ്റ്റാൻഡേർഡ് ഡൈസ് ആണോ? അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു പഠിച്ചു. അങ്ങനെ പഠിച്ചതിന് ശേഷം നമ്മൾ എന്താ പഠിച്ചത്? ഓപ്പോസിറ്റ് ഫേസ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് സ്റ്റാൻഡേർഡ് ഡൈസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഫേസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. നോർമൽ ഡൈസിൽ തന്നെ ഒരു കോമൺ ഫേസ് വന്നാൽ എങ്ങനെയാണ്, 2 കോമൺ ഫേസ് വന്നാൽ എങ്ങനെയാണ്, അതൊക്കെ പഠിച്ചു. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഒന്ന് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.